അതങ്ങനെയല്ലല്ലോ. നിന്റെ വിവാഹകാര്യം സംസാരിക്കേണ്ടത് നീ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ അച്ഛൻ ഈ കല്യാണം അടിപൊളിയായിട്ട് തന്നെ നടത്തി. എന്താ എന്റെ കുട്ടൻ അതുപോലെ മതി. ആ കുടുംബത്തിന് വേണ്ടി അവൾ പലതും സഹിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ചാർക്കും ആ സ്നേഹം അവളോടില്ല. അത് തിരിച്ചറിയുന്ന ദിവസം അവൾ എന്തായാലും തകരും. അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. കുടുംബത്തിന് വേണ്ടി അവൾ സ്വന്തം ജീവിതം വേണ്ടാന്ന് വെച്ച് മാറി നിൽക്കുകയാണ്. മറ്റുള്ളവർ അത് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് അവളുടെ പണമോ സ്വത്തോ ഒന്നും വേണ്ട. എൻ്റെ മോളും പൂർണിമയും എൻ്റെ ഒപ്പം ഉണ്ടായാൽ മാത്രം മതി. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവാനാ ഞങ്ങളും ശ്രമിക്കുന്നത്. അതെ ചേട്ടാ. പക്ഷെ അതിന് താരയുടെ വഴിയെ പോയാ എല്ലാം ഓപ്പോസിറ്റ് ആവാനാ സാധ്യത. നമുക്ക് നോക്കാൻ ദുർഗ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത വഴികളിലാവും പലതും സംഭവിക്കുക. നല്ലതെന്ന് കരുതി ചെയ്യുന്ന ചിലപ്പോൾ മോശമാവും, ചിലപ്പോൾ തിരിച്ച് സംഭവിക്കാം. നാളെ നടക്കുന്ന എന്താണെന്നറിയാൻ മനുഷ്യർക്ക് കഴിയില്ലല്ലോ. എല്ലാം പ്രതീക്ഷകളും കണക്കൂട്ടലും മാത്രമല്ലേ. നമുക്ക് നോക്കാം. അതെ മോളെ, എന്താ ഒരു സ്റ്റാർട്ടിംഗ് ടബിള്? അച്ഛന്റെ മോക്ക് ഇല്ലാത്തൊരു സംഭവമാണല്ലോ ഇത്. ഞാൻ പറയാം, പക്ഷെ അച്ഛൻ എന്നെ കളിയാക്കരുത്. ഏയ് ഇല്ലടാ, നീ പറയും. അച്ഛാ, എനിക്ക് കിരണിനെ ഒരുപാട് ഇഷ്ടാ. അതാണോ കാര്യം? അല്ല, അത് അച്ഛൻ അറിയുന്ന കാര്യമല്ലേ? അതെ, പക്ഷെ അത് അച്ഛൻ കരുതുന്ന പോലെ ഒരു തമാശ ഒന്നും അല്ല. ഞാൻ വളരെ സീരിയസാ. എടേ, നീ കിരണിന്റെ കാര്യത്തിൽ സീരിയസ് ആണെന്ന് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അച്ഛന് ബോധ്യപ്പെട്ട കാര്യമാണ്. എനിക്ക് കിരണിനെ കല്യാണം കഴിക്കണം. എന്താ അച്ഛന്റെ അഭിപ്രായം? അഭിപ്രായമൊക്കെ ഞാൻ പറയാം, പക്ഷേ അതാരെ കുറിച്ചാണെന്ന് കൂടി ചോദിക്കണം. അച്ഛാതെ, ഇത് തമാശ കളിക്കാനുള്ള കാര്യമല്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നത്. അച്ഛന് കിരണിനെ കുറിച്ച് എന്താ അഭിപ്രായം? ശരി, സീരിയസ് ആയിട്ട് തന്നെ മറുപടി പറയാം. കിരൺ നല്ല പയ്യനാ, മിടുക്കനാ, കാണാനും സുന്ദരൻ. അത് മാത്രമല്ല, എന്റെ മരുമകനാകാനുള്ള എല്ലാ യോഗ്യതയും അവനുണ്ട്. അപ്പൊ അച്ഛൻ ഓക്കെയാണ്? ഡബിൾ ഓക്കെയാണ് അച്ഛൻ. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ. വാടോ, വാ വാ പറയട്ടെ. കിരണിന് നിന്നെ ഇഷ്ടമാണോ എന്നും കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്നും കൂടി അറിയണ്ടേ? കിരൺ എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിന്നെ കല്യാണക്കാര്യം അത് അച്ഛനല്ലേ സംസാരിക്കണ്ടേ? അതങ്ങനെയല്ലല്ലോ. നിന്റെ വിവാഹകാര്യം സംസാരിക്കേണ്ടത് നീ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ അച്ഛൻ ഈ കല്യാണം അടിപൊളിയായിട്ട് തന്നെ നടത്തി. എന്താ എന്റെ കുട്ടൻ അതുപോലെ മതി. ഞാൻ എന്റെ മനസ്സറിയിക്കുന്ന രീതിയിൽ പലതവണ കിരണിനോട് സംസാരിച്ചു. പക്ഷേ കിരൺ റിപ്ലൈ ഒന്നും തന്നില്ല. അത് സാരമില്ല മോൾ, ഒന്നുകൂടി സംസാരിക്കും. എന്നിട്ട് വളച്ചു ചുറ്റില്ലാതെ ഓപ്പൺ ആയിട്ട് അവനോട് കാര്യങ്ങൾ പറ. എന്താണ് അവന്റെ സ്റ്റാൻഡ് എന്ന് നമുക്കറിയാമല്ലോ. അതിനുള്ളൊരു ധൈര്യം കിട്ടാത്തതുപോലെ അച്ഛാ. ഇനിയിപ്പോ കിരൺ എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. Hey, don't be silly. Be bold. നീയേ ഐജി ജോർജിന്റെ മകളാ. ഈ ധൈര്യം എല്ലാ കാര്യത്തിലും ഉണ്ടാവണം. അങ്ങനെ തന്നെ അല്ലേ അച്ഛൻ നിന്നെ വളർത്തിയത്? ശരി അച്ഛാ, ഞാൻ കിരണിനോട് സംസാരിക്കാം. അച്ഛനെ എതിർപ്പൊന്നുമില്ലല്ലോ? 100% അച്ഛൻ ഹാപ്പിയാ. എനിക്ക് യോജിച്ച മരുമകൻ തന്നെയാണ് കിരൺ. വന്നേ, നമുക്ക് പോവാം.
ദാ കണ്ടോ കണ്ടല്ലോ, ഞാൻ ഇതിനൊക്കെ മറുപടി പറഞ്ഞ് മടുത്തു. ഓഫീസിലും മീഡിയക്കാരുടെ ഇടയിലും ഒക്കെ ഇതൊരു ട്രോളായിട്ട് കിടന്ന് കറങ്ങുക. താര എന്റെ ഗസ്റ്റ് മാത്രമല്ല, എന്റെ കമ്പനിയുടെ ഓണർ ആണെന്ന കാര്യം പോലും ഓർക്കാതെയാ പൂർണിമേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറിയത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി തന്നെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതനുസരിക്കാൻ ആർക്കും പറ്റില്ലായിരുന്നല്ലോ എന്ന് കരുതി ക്ഷണിച്ചു വരുത്തുന്നവരുടെ കരണത്തടിച്ചാണോ ദേഷ്യം തീർക്കുന്നേ? വെറുതെ ഒന്നുമല്ല പൂർണിമ ചേച്ചി താരെ അടിച്ചത്. അടി കിട്ടേണ്ട രീതിയിൽ അവൾ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് തന്നെയാ. താര ധുനിമോളെ എത്രമാത്രം വേദനിപ്പിച്ചോന്ന് നീയും കണ്ടതല്ലേ അശ്വതേ? ഇതേ ഞങ്ങളുടെ കുടുംബകാര്യ. പുറത്തുനിന്നുള്ളവർ ഇവിടെ കൂടുതൽ അഭിപ്രായം ഒന്നും പറയണ്ട. താര സഞ്ജയ് ചേട്ടനെ വിവാഹം കഴിക്കാൻ പോകുന്നേ, അതിനവർ തെറ്റു പറയാൻ പറ്റുമോ? അയാൾ ഇവിടുന്ന് ബന്ധം പിരിച്ച് ഇറക്കി വിട്ടതല്ലേ. ഇനി അയാൾക്ക് സ്വന്തമായിട്ടൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത്ര തെറ്റാണോ? അതിനൊന്നും ഇവിടെ ആരും ഒരു തെറ്റും പറയുന്നില്ല അശ്വത. പക്ഷെ ഒന്നിന്റെ പേരിലും ആരും എന്റെ മോളെ വിഷമിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ഞാൻ സമ്മതിക്കില്ല. അതിനാരെങ്കിലും ശ്രമിച്ചാ അവരെ കൊല്ലാനും എനിക്ക് മടിയില്ല. ഈ വീടിന്റെ സമാധാനം കളയാനായിട്ട് താര എന്തെങ്കിലും ചെയ്യുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പാർട്ടിക്ക് പോലും വരാതെ എന്റെ മുറിയിൽ തന്നെ ഇരുന്നത്. നീ ഉൾപ്പെടെ പലരും നിർബന്ധിച്ചിട്ടാ അവസാനം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. എന്റെ മുന്നിൽ വെച്ച് എന്റെ മോളെ തള്ളി മാറ്റാൻ അവള് ശ്രമിച്ചു. അതിന് ഞാൻ അവളെ തല്ലല്ലേ ചെയ്തുള്ളൂ. അത് അവക്കിപ്പം നാണക്കേടായി പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് സഹിക്കാൻ പറഞ്ഞുതരാം. ഇതിന്റെ പേരിൽ ഇനി നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനൊപ്പോ അല്ലാതെയോ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം.